conformations of monomethyl substituted cyclohexane. Cyclohexane chair form ഒക്കെ നമുക്ക് കൺഫേം ആയിട്ട് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് എങ്ങനെയാണ് സൈക്ലോഹെക്സൈൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നത്, എങ്ങനെയാണ് ഡിഫറെൻറ്റ് കൺഫേമേഴ്സ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം പറയുന്നത് കൺഫർമേഷൻസ് ഓഫ് മോണോമീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ. അപ്പോൾ ഇവിടെ സ്ട്രെസ് ചെയ്യേണ്ടത് ഏത് പോയിൻ്റാണ്? മോണോമീഥൈൽ. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മോണോമീഥൈൽ, ഒരു മീഥൈൽ ഗ്രൂപ്പുള്ള ഒരു സൈക്ലോഹെക്സൈൻ ആണ്. അപ്പോൾ അവിടെ ഉള്ള CH3 ഗ്രൂപ്പ് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്? രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒരു സൈക്ലോഹെക്സൈൻ്റെ അകത്ത് ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ, സപ്പോസ് ഞാനൊരു നോർമലി ഒരു സൈക്ലോഹെക്സൈൻ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ വരക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു CH3 ഗ്രൂപ്പ് വരുവാണെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റിയിൽ നമ്മൾ ഇതിൻ്റെ ചെയർ വരയ്ക്കുമ്പോൾ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെയർ ഫോം അല്ലേ, നമ്മൾ ചെയർ ഫോം ആണല്ലോ കൂടുതൽ പഠിക്കുന്നത്, ബിക്കോസ് അതാണ് മോർ സ്റ്റേബിൾ. അപ്പോൾ ചെയർ ഫോം പഠിക്കുന്ന സമയത്ത് ഈ മീഥൈൽ ഗ്രൂപ്പിന് ആ ചെയർ ഫോമിലോട്ട് എങ്ങനെയൊക്കെ അസൈൻ ചെയ്ത് ഡിഫറെൻറ്റ് കൺഫോമേഴ്സ് കിട്ടും. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഇവിടെയുള്ളൂ. ഒന്ന് ആക്സിയലായിട്ട് CH3 കിടക്കും, അല്ലെങ്കിൽ ഇക്വറ്റോറിയലായിട്ട് CH3 കിടക്കും. രണ്ട് പോസിബിലിറ്റി അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ ആക്സിയലായിട്ട് അല്ലെങ്കിൽ ഇക്വറ്റോറിയലായിട്ട്. അതെങ്ങനെയാണ് നമ്മൾ വരക്കുന്നത്? സപ്പോസ് ഇതാണ് നമ്മുടെ ചെയർ ഫോം എങ്കിൽ ഒന്നാമത്തെ കണ്ടീഷനിൽ CH3 ആക്സിയൽ ആണെങ്കിൽ, ഇവിടെ ആക്സിയലായിട്ട് ഇത് ആക്സിയൽ ആണെങ്കിൽ ഇങ്ങനെ കിട്ടും. ദെൻ അത് ഫ്ലിപ്പ് ചെയ്തിട്ട് റിംഗ് ഫ്ലിപ്പിംഗ് നടന്നിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടും. ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം. അത് ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ള ഒരു മീനിങ് ആണ്. ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് റിവേഴ്സ് ചെയ്യുന്ന ഒരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിയലുള്ളത് ഇക്വറ്റോറിയലായിട്ട് ഇങ്ങനെ കിട്ടും. CH3 ഇക്വറ്റോറിയൽ നമുക്ക് ഇങ്ങനെ കിട്ടും. CH3 E. സോ ഇത് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആക്സിയൽ എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അത് ഓർക്കുക. ആക്സിയൽ എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺഫേമറാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ സ്റ്റേബിൾ. അത് ഓർക്കുക. അപ്പോൾ അതിൻ്റെ റീസൺസ് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഓർക്കുക. ഇക്വറ്റോറിയൽ വരുമ്പോൾ അതാണ് കൂടുതൽ സ്റ്റേബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആക്സിയലായിട്ട് കിടക്കുമ്പോൾ അത് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇക്വറ്റോറിയലോട്ട് അത് ടേൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ജനറലി കാണുന്നത്. അപ്പോൾ ഇതാണ് മോണോമീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സൈക്ലോഹെക്സൈൻ. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ നെക്സ്റ്റ് ഡൈമീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. സൈക്ലോഹെക്സൈൻ്റെ അകത്ത് രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. ഫോർ എക്സാമ്പിൾ അതെങ്ങനെ വേണമെങ്കിലും മീഥൈൽ ഗ്രൂപ്പ് വരാം അല്ലേ. രണ്ട് മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പം അത് ഏത് പൊസിഷനിൽ വരുന്നു എന്നുള്ളത് നമുക്കത് ഡിപ്പെൻസ് ആണ്. ഏത് പൊസിഷനിൽ വേണമെങ്കിലും രണ്ട് മീഥൈൽ ഗ്രൂപ്പ് അസൈൻ ചെയ്യാം. സോ നമ്മൾ മേജർലി പഠിക്കുന്ന ഡൈമീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മെയിൻ ഐസോമേഴ്സ്, പോസിബിൾ ഐസോമേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് CH3 ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ആണെന്ന് ഓർക്കുക. രണ്ട് CH3 ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ആയിരിക്കും ഡൈമീഥൈൽ. അതെങ്ങനെയൊക്കെ അസൈൻ ചെയ്യാമെന്നുള്ളത് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് പോസിബിൾ ഐസോമേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഐസോമേഴ്സ് 1,1, 1,2, 1,3 ആൻഡ് 1,4. ഇത്രയും ഐസോമേഴ്സാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്. ഇത്രയും ഐസോമേഴ്സാണ് ഡൈമീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1,1 ഡൈമീഥൈൽ. 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ എന്ന് പറയുമ്പോൾ ഒരു പൊസിഷനിൽ തന്നെയാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത് അല്ലേ. ഇപ്പം ഞാനൊരു സൈക്ലോഹെക്സൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എവിടെ വേണമെങ്കിലും വരാം. സപ്പോസ് ഇവിടെയാണെങ്കിൽ രണ്ട് CH3 ഗ്രൂപ്പ് ഒരേ പൊസിഷനിൽ നമ്പർ 1 പൊസിഷനിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ. 1,1. അപ്പോൾ ഇതിനെങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത്? 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ. 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ. നമുക്ക് എന്താണ് നമ്മുടെ പ്രൊസീജിയർ? ഇതിൻ്റെ ചെയർ ഫോം ഡയറക്റ്റ്ലി വരക്കുക എന്നുള്ളതാണ് പ്രൊസീജിയർ. ചെയർ ഫോം വരക്കുമ്പോൾ ചെയർ ഫോം വരച്ചു. പിന്നെ നമുക്ക് എന്താണ്, നമ്മളെങ്ങനെയാണിത് അസൈൻ ചെയ്യുന്നത്? 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ അസൈൻ ചെയ്യുന്നത് ഒരേ പൊസിഷനിലാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ചെയർ ഫോം എങ്കിൽ ഞാനിതിന് ആദ്യം ചെയ്യാൻ പോകുന്ന നമ്പർ ചെയ്യുകയാണ്. 1, 2, 3, 4, 5, 6 നമ്പർ ചെയ്തിട്ട്
എങ്ങനെയാണ് CH3 ഗ്രൂപ്പിനെ അസൈൻ ചെയ്യുന്നത്? CH3 ഗ്രൂപ്പ്സിനെ അസൈൻ ചെയ്യുന്നത് ഇപ്പം ഇതാണ് 1,1-ഡൈമീഥൈൽ സൈക്ലോഹെക്സെയിൻ. ഇപ്പോൾ ഇങ്ങനെയുള്ള സൈക്ലോഹെക്സെയിൻ്റെ അകത്ത് this is 1 സൈക്ലോഹെക്സെയിൻ്റെ അകത്ത് ഒരു CH3 ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, ആക്സിയൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത CH3 ഇക്വറ്റോറിയൽ, ആക്സിയൽ ഇക്വറ്റോറിയൽ. ഒരു CH3 ആക്സിയൽ, ഒരു CH3 ഇക്വറ്റോറിയൽ. ഇത്ര പോസിബിലിറ്റി ഉള്ളൂ, ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ 1,1-ഡൈമീഥൈൽ. വേറെ ഇനി എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഇതിപ്പോൾ റിംഗ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിയൽ ഉള്ളത് ഇക്വറ്റോറിയൽ ആവാം, ഇക്വറ്റോറിയൽ ഉള്ളത് ആക്സിയൽ ആവാം. അത് മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് രണ്ടും ഒരു കാർബണിലാണ് രണ്ട് മീഥൈൽ ഗ്രൂപ്പും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെബിലിറ്റീൻ്റെ കാര്യമൊന്നും കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം ഇത് പ്രത്യേകിച്ച് സ്റ്റേബിളായിട്ട് പറയാൻ വേറെ ഡിഫറെൻറ്റ് ഐസോമേഴ്സ്, ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഒന്നും ഇതിൻ്റെ കേസിൽ പോസിബിൾ അല്ല. ഓൺലി ഇങ്ങനെ ഒരു ചെയറിൽ മാത്രം ഈ ഒരു ചെയർ കൺഫർമേഷൻസേ നമുക്ക് കിട്ടുള്ളൂ. രണ്ട് CH3 ഇങ്ങനെ മാത്രമേ അറേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ C1 എന്ന് പറയുന്ന കാർബണിലാണ് ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. അതിലൊന്ന് ആക്സിയലും ഒന്ന് ഇക്വറ്റോറിയലുമാണെന്ന് ആലോചിക്കുക. ആക്സിയൽ ഉള്ളത് റിംഗ് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇക്വറ്റോറിയൽ ആവാം. അതായത് റിംഗ് ഫ്ലിപ്പ് കഴിഞ്ഞാൽ ഈ ആക്സിയൽ ഇക്വറ്റോറിയലായി മാറാനുള്ള ചാൻസ് ഉണ്ട്, ഇക്വറ്റോറിയൽ ഉള്ളത് ആക്സിയലായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ റിംഗ് ഫ്ലിപ്പിംഗ് കൂടി എഴുതണമെങ്കിൽ നമുക്കത് എഴുതി കൊടുക്കാം. എങ്ങനെയാണ് റിംഗ് ഫ്ലിപ്പിംഗ് ചെയ്യുന്നത്? നമ്മൾ ജസ്റ്റ് ഇതിപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്ട്രക്ചർ കൂടി അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഒരു CH3 ആക്സിയലാവും, CH3 ഇക്വറ്റോറിയൽ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് കൺഫർമേഷൻസ് വരുന്നതേ ഉള്ളൂ. ആക്സിയൽ ഉള്ളത് ഇക്വറ്റോറിയലും, ഇക്വറ്റോറിയൽ ഉള്ളത് ആക്സിയലും ആവുന്ന മാത്രമേ ഉള്ളൂ. അത്രയും ആലോചിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇപ്പോൾ ഡൈമീഥൈൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡൈമീഥൈൽ അടുത്ത ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഐസോമർ എന്ന് പറയുന്നത് 1,2 ആണ്. 1,1, 1,2, 1,3, 1,4 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അടുത്തത് 1,2 ഒന്ന് പഠിക്കാൻ പോവാണ്. 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സെയിൻ. ഇതാണ് നമ്മുടെ ഐസോമർ 1,2-ഡൈമീഥൈൽ സൈക്ലോഹെക്സെയിൻ. ഇതെങ്ങനെ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് കൺഫോമേഴ്സ് എങ്ങനെ വരക്കാം എന്നാണ് പറയുന്നത്. 1,2-ഡൈമീഥൈൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 1,2-ഡൈമീഥൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സൈക്ലോഹെക്സെയിൻ്റെ അകത്ത് ഒന്ന് 1 ആണെങ്കിൽ അടുത്തത് 2 രണ്ട് CH3 രണ്ട് പൊസിഷനിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പഠിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ തന്നെ ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. ഇവിടെ രണ്ട് ഐസോമേഴ്സ് പോസിബിളാണ്. ദർ ആർ two geometrical isomers are possible. Two geometrical isomers are possible in case of 1,2-dimethyl cyclohexane. ഏതൊക്കെയാണ് ആ ജോമെട്രിക്കൽ ഐസോമേഴ്സ്? ജോമെട്രിക്കൽ ഐസോമേഴ്സ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? സിസ് ട്രാൻസ് അല്ലേ? അപ്പോൾ എഗെയിൻ ഇവിടെയും അത് തന്നെയാണ്. രണ്ട് ക്ലാസിഫിക്കേഷൻസ്, ഒന്ന് സിസ്, ഒന്ന് ട്രാൻസ്. സിസും ട്രാൻസും നമ്മുടെ കുറച്ചുകൂടി ഒരു ഫോർമാറ്റിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സിസ് 1,2-ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ അല്ലേ? ഇവിടെയാണെങ്കിൽ ട്രാൻസ് 1,2-ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ. ഇങ്ങനെ വരാം, സിസും ട്രാൻസും. ഇവിടെ നമുക്കിവിടെ ബ്രാക്കറ്റ് കൊടുക്കാം. ട്രാൻസിന് രണ്ട് ടെർമിനലിൽ എന്തെങ്കിലും ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ല, സിസ് ട്രാൻസ്. ഇനി ഒന്നുകൂടി ഇത് ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണ്. അതായത് സിസിൽ തന്നെ ചെറിയൊരു ഫർദർ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. എന്താണ് വരുന്നത്? ഇത് നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക, എന്നിട്ട് നമുക്കത് വരക്കാൻ പഠിക്കാം. നിങ്ങളിങ്ങനെ ആലോചിക്കാം, 1ഉം 2 ആണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് CH3 ഉണ്ടല്ലേ? ഒന്നാമത്തെ പൊസിഷനിലൊരു CH3, രണ്ടാമത്തെ പൊസിഷനിലൊരു CH3. അപ്പോൾ ഇവിടെ രണ്ട് പോസിബിലിറ്റിയാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അതായത് ഒരു CH3 ആക്സിയൽ ആണെങ്കിൽ മറ്റേ CH3 ഇക്വറ്റോറിയൽ ആവാം, ചിലപ്പോൾ ആക്സിയൽ ആവാം. കാരണം എന്താണ്? രണ്ട് കാർബണിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരേ കാർബണിലാണെങ്കിൽ മാത്രമേ ഒരു ആക്സിയലും ഒരു ഇക്വറ്റോറിയൽ മറ്റേ ടൈം നമുക്ക് കിട്ടുള്ളൂ. ഇത് രണ്ട് കാർബണിലായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പോസിബിലിറ്റീസ് വരികയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാണ്. 1 ആക്സിയൽ 2 ഇക്വറ്റോറിയൽ, 1 ഇക്വറ്റോറിയൽ 2 ആക്സിയൽ. ഇതെന്താ പറയുന്നത്? ഒരു CH3 ആക്സിയൽ ആണെങ്കിൽ രണ്ടാമത്തെ CH3 ഇക്വറ്റോറിയൽ ആയിരിക്കും. ഒന്നാമത്തെ CH3 ഇക്വറ്റോറിയൽ ആണെങ്കിൽ രണ്ടാമത്തെ CH3 ആക്സിയൽ ആയിരിക്കും. അത് നമ്മൾ സിസിൽ പഠിക്കാം. ട്രാൻസ് വരുന്ന സമയത്ത്
ഇതിപ്പം AE അതായത് ഒന്ന് ആക്സിൽ ഒന്ന് ഇക്വറ്റോറിയൽ ആ ഒരു സീക്വൻസിലാണ് പോകുന്നത്. അടുത്തത് ഇവിടെ പഠിക്കുമ്പോൾ 1A 2A 1E 2E ഇങ്ങനെ പഠിക്കുക. 1A 2E 1A 2A 1E 2E എന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ രണ്ട് ആക്സിലാണല്ലോ, ഒരു CH3 ആക്സിലാണെങ്കിൽ അടുത്ത CH3 ആക്സിൽ, ഒരു CH3 ഇക്വറ്റോറിയലാണെങ്കിൽ അടുത്ത CH3 ഇക്വറ്റോറിയൽ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ച് വെക്കുക. ഇതിന് വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല, നമ്മൾ ഓർത്ത് വെക്കുക. ഇങ്ങനെ പഠിച്ചാൽ മതി. AEEA AAEE. അപ്പോൾ ആ ഒരു ഫോർമുല ലൈക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി. AEEA AAEE ഇങ്ങനെ ഓർത്ത് വെക്കുക. സിസ്റ്റം ട്രാൻസ്ഫർ. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റിവേഴ്സ് വേറെ ചില കേസിൽ 1-3 കേസിൽ ഇങ്ങനെയല്ല വരുന്നത്. സോ ഇത് ആദ്യം നിങ്ങൾ പഠിക്കുക. സിസ്റ്റം ട്രാൻസ്ഫർ കൊണ്ട് സിസ്റ്റിൽ വരുന്ന AEEA, ട്രാൻസിൽ AAEE. ഇപ്പോൾ 1,2 ഡൈമീഥൈൽ വരുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സിസ്റ്റം ട്രാൻസ്ഫർ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം വരക്കാൻ പഠിക്കാം. നമ്മൾ ആദ്യം വരക്കാൻ പഠിക്കേണ്ടത് ഇതിലിപ്പോൾ 1,2 എന്ന് പറയുന്ന 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്, 1,2. അപ്പോൾ നിങ്ങളത് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ. ഇതിൻ്റെ കേസിൽ ഞാൻ ആദ്യം പഠിക്കാൻ പോകുന്നത് സിസ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ സിസ് 1,2 ഡൈമീഥൈൽ തന്നെ എഴുതി പഠിക്കാം. കാരണം ആ നെയിമിംഗ് ഒക്കെ കംപ്ലീറ്റ് നെയിമിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ. സിസ്റ്റിൻ്റെ കേസിലാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിസ്റ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ വരക്കാൻ പഠിക്കുന്നത്. 2 പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പഠിച്ചല്ലോ, 1A 2E 1E 2A. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സാധാരണ ഒരു കേസിൽ നമ്മൾ പറയുന്ന പോലെ ഒരു സൈക്ലോഹെക്സേൻ റിങ് വരക്കുക. ഞാനിതിൻ്റെ അടിഭാഗം ഒന്ന് തിക്കൻ ചെയ്യാണ്. ഇതറിയാലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ ജോമെട്രിക്കൽ ഐസോമേഴ്സിൽ. 3D ആകുമ്പോൾ നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ടുവേർഡ്സ് അസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയിമിങ് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്പറിങ് കൊടുക്കുക. 1 2 3 4 5 6. മനസ്സിലായല്ലോ. അപ്പോൾ സിസ്സാണ് 1,2 ഡൈമീഥൈൽ. സിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്, CH3 1,2 CH3യും മുകളിലോട്ട് അല്ല, 2 CH3യും ഒരേ പൊസിഷനിൽ അല്ലെങ്കിൽ ഒരേ സൈഡിലാണെങ്കിലാണ് നമ്മൾ സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വരക്കാം. ഇനി ഇതല്ലെങ്കിൽ എഗെയിൻ ഞാൻ വേറൊരു റെപ്രസെൻറ്റേഷൻ കൂടി. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചില ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. കണ്ടോ, 2 പ്രൊജക്ഷൻസും എബോവ് പ്ലെയിൻ അല്ലെങ്കിൽ ടുവേർഡ്സ് അസ്. അപ്പോൾ ഇതും 1,2 ആണല്ലേ. ഇങ്ങനെ നമുക്ക് പഠിക്കാം. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് റെപ്രസെൻറ്റ് ചെയ്യാം. സൈക്ലോഹെക്സൈനിൽ ചെയറിൽ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ചെയറിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്, ഒരു നോർമൽ ചെയർ നിങ്ങൾ വരയ്ക്കുക. ചെയർ വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാനിതൊന്ന് കഴിഞ്ഞിട്ട് ചെയർ മാത്രം എടുത്ത്, കുറച്ചുകൂടി സ്പേസ് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ചെയർ മാത്രം ഒന്ന് എടുത്ത് വരയ്ക്കുകയാണ്. കണ്ടോ, ചെയർ വരച്ചു. ആദ്യം ചെയ്യേണ്ടത് എന്താ, ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ 1 2 3 4 5 6 നമ്പർ കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എപ്പോഴും അത് ആദ്യം ചെയ്ത് വെച്ചാൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് എന്താണ്, 2 CH3 ഗ്രൂപ്പ് വരണം 1-2 പൊസിഷനിൽ. സിസ് ആണെങ്കിൽ പോസിബിലിറ്റി എന്താണ്, അതെവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. സിസ് ആണെങ്കിൽ AEEA അല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത്ര ആലോചിക്കുക. അപ്പോൾ ഞാൻ ഒന്നാമത്തേതിൽ CH3 ആക്സിൽ കൊടുക്കുന്നു, CH3. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ കൊടുക്കേണ്ടത് ഇക്വറ്റോറിയലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ഈ ഫോർമുല ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഷോർട്ട് കട്ട് ലാസ്റ്റ് പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ ആക്സിയലിന് എഴുതി, ഇക്വറ്റോറിയലിന് എഴുതി. ഇനി ഇതെങ്ങനെയാണ് സിസ് ആവുന്നത്, അപ്പോൾ ഇതിൻ്റെ പേരെന്താ, 1A 2E സിസ് 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ. അപ്പോൾ 1A 2Eയിൽ എങ്ങനെയാണിത് സിസ് ആവുന്നത്. ഇപ്പോൾ സിസ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്, ഇത്രയേ ഉള്ളൂ റീസൺ. നിങ്ങൾ 2 CH3 നോക്കിയേ, ഇവിടെയല്ല 2 CH3, ഈ CH3യും ഈ CH3 നോക്കിയേ. 2 CH3യും എങ്ങോട്ടേക്കാണ്, എന്താണ്, ഏത് പ്ലെയിനിലോട്ടേക്കാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, എബോവ് പ്ലെയിൻ അല്ലെങ്കിൽ അപ്വേർഡ് ഡിറക്ഷനിലോട്ടാണുള്ളത് അല്ലേ. ആക്സിയലിൽ പറഞ്ഞാൽ ഈ CH3 ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇക്വറ്റോറിയൽ എന്ന് പറയുന്ന CH3 പോലും എങ്ങോട്ടാണത് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്, മുകളിലോട്ടേക്കാണ് അല്ലേ.
മുകളിലോട്ടേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രണ്ടും അപ്വേർഡ് ഡിറക്ഷനിലാണ്. ഈ കേസിൽ രണ്ട് CH3യും അപ്വേർഡ് ഡിറക്ഷനിലാണ്. ബോത്ത് CH3 ആർ അപ്വേർഡ് ഡിറക്ഷൻ. ബോത്ത് CH3 ഗ്രൂപ്പ്സ് ആർ അപ്വേർഡ് ഡിറക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ സിസ് എന്ന് പറയുന്നത്. ഇനി ഇത് റിംഗ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്തത് കിട്ടുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കാം. ഞാൻ ജസ്റ്റ് ലൈക്ക് ഇത് തന്നെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ചെയർ തന്നെ മനസ്സിലാവുന്ന അങ്ങനെ വരച്ചാലും മതി. അപ്പോൾ അടുത്തത് ഇനി ഇവിടെ ഇങ്ങനെ നമ്പർ ചെയ്ത് പോയാലും കുഴപ്പമില്ല. 1 2 3 4 അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പോൾ ഈ ചെയർ തന്നെ ഇവിടെ വരച്ചിട്ട് കാണിച്ചാലും കുഴപ്പമില്ല. ഏതാണെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും വരക്കാം. അതൊന്നും കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ എന്താണ് ഈ CH3 ഇക്വറ്റോറിയൽ, ഇത് ആക്സിയൽ. അങ്ങനെ ആലോചിക്കാം. ഇക്വറ്റോറിയൽ ആക്സിയലായി, ആക്സിയൽ ഇക്വറ്റോറിയലായി. ഇതിൻ്റെ ഫോം എന്താണ്? 1E 2A. ഇതെന്തുകൊണ്ടാണ് സിസ് ആവുന്നത്? രണ്ടും നിങ്ങൾ നോക്കി, രണ്ട് CH3, ഈ CH3 താഴോട്ടേക്കാണ് വരുന്നത്, ഈ CH3 താഴോട്ടേക്കാണ് അല്ലേ? രണ്ടും സിസ് ആവുന്ന ഒരേപോലെ വരുമ്പോഴല്ലേ. അപ്പോൾ ഇവിടെ ബോത്ത് CH3 ഗ്രൂപ്പ്സ് ആർ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഡൗൺവേർഡ് ഡിറക്ഷൻ. രണ്ട് CH3 ഗ്രൂപ്പ്സും എങ്ങനെയാണ്? ഡൗൺവേർഡ് ഡിറക്ഷനിലാണ്. ഡൗൺവേർഡ് ഡിറക്ഷനിലായതുകൊണ്ടാണ് നമുക്ക് സിസ് ആയിട്ട് കിട്ടുന്നത്. സോ ഇവിടെ ഞാൻ സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സ്റ്റെബിലിറ്റി എങ്ങനെയാണ് നമ്മൾ പറയുക? ഇതിൽ ഏതാണ് സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബോത്ത് ആർ ഈക്വലി സ്റ്റേബിൾ. എന്തുകൊണ്ടാണ് ഈക്വലി സ്റ്റേബിൾ ആവുന്നത്? നമുക്കിതിൻ്റെ സ്റ്റെബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വലി സ്റ്റേബിൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതെന്തുകൊണ്ടാണ്? രണ്ടും ഒരേ കോൺഫിഗറേഷൻ അല്ലേ വരുന്നത്, ഒരേ കൺഫർമേഷൻ അല്ലേ. കാരണം ഒന്ന് A ഒന്ന് E, ഇപ്പുറത്താണെങ്കിൽ ഒന്ന് E ഒന്ന് A. അപ്പോൾ രണ്ടിൻ്റെ കേസിലും സ്റ്റെബിലിറ്റി പറയാൻ പറ്റില്ല. കാരണം മാക്സിലും ഇക്വറ്റോറിയൽ ഒരുമിച്ചാണ് വരുന്നത്. ഇതിൽ മാക്സിൽ ഇക്വറ്റോറിയൽ ഉണ്ട്, ഇതിൽ മാക്സിൽ ഇക്വറ്റോറിയൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഈക്വലി സ്റ്റേബിളിന് മാത്രമേ 1 2ൻ്റെ കേസിൽ പറയാൻ പറ്റൂ. ഇത്രയാണ് സിസിൻ്റെ സിസ് 1 2. ഇവിടെ ട്രാൻസ് 1 2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വരക്കുക. ഇങ്ങനെ ഒരു സൈക്ലോഹെക്സേൻ വരക്കുക. ഈ അടിഭാഗം ഒന്ന് തിക്കൻ ചെയ്യുക. നമ്പറിങ് 1 2 3 4 5 6. ഒന്നാമത്തത് CH3 എബോ, രണ്ടാമത്തത് ബിലോ. മനസ്സിലായില്ലേ? ഇവിടെ ഹൈഡ്രജൻ ഒക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ട്രാൻസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും വരക്കാൻ പറ്റും. ഒന്ന് ഇങ്ങനെയാണെങ്കിൽ അടുത്തത് ഒന്ന് ടുവേർഡ്സ് എസ് ആണെങ്കിൽ ഒന്ന് എവേ ഫ്രം എസ് എന്ന് പറയുന്ന പൊസിഷനിലാണ് CH3 ഗ്രൂപ്പ്സ് ഉള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസ് എന്ന് പറയുന്നത്. രണ്ടും രണ്ട് ഡിറക്ഷനിലാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ചെയർ വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ചെയർ വരക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കേണ്ടത്. ചെയർ ഫോർമേഷൻ വരക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഇതേപോലെ ഒരു ചെയർ വരച്ച് ചെയർ വരക്കുക, നമ്പർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി നമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ പൊസിഷൻ. അപ്പോൾ നമ്മുടെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? 1A 2A 1E 2E. ഈ രണ്ട് പോസിബിലിറ്റിയാണുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യത്തേത് ആക്സിയൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തതും എങ്ങോട്ട് കൊടുക്കണം? ആക്സിയൽ കൊടുക്കണം. എന്തുകൊണ്ടാണ്? 1A 2A എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് ആക്സിയലാണെങ്കിൽ ഇതും ആക്സിയലായിരിക്കണം. അപ്പോൾ പൊസിഷൻസ് ഒക്കെ നിങ്ങൾ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് റിംഗ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്തത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ 1A 2A അല്ലേ, 1A 2A ആണ്. ഇവിടെ നോക്കിയേ എന്താണ് ട്രാൻസ് കിട്ടുന്നത്? ഇത് എബോ പ്ലെയിൻ ആണ് അല്ലേ. ഇത് എബോ പ്ലെയിൻ ആണ് ഈ CH3. ഇതങ്ങനെയാണോ? അല്ല, ഇത് ബിലോ പ്ലെയിൻ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡിറക്ഷനിലാണ്. അതുകൊണ്ടാണ് ഇത് ട്രാൻസ് വരുന്നത്. രണ്ടും ഓപ്പോസിറ്റ്. ഇനി ഇതിൻ്റെ തന്നെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ളതും നിങ്ങൾക്ക് ഇതേപോലെ വരക്കാൻ പറ്റും. അപ്പോൾ വരക്കുന്ന സമയത്ത് ഇതേപോലെ വരച്ച്, അപ്പോൾ ആക്സിയലുള്ളത് ഇക്വറ്റോറിയലായി. ഇവിടെയും ഇക്വറ്റോറിയൽ, രണ്ടും E ആയി. അതായത് 1E 2E. ഇതിൻ്റെ കേസിൽ നോക്കിയാൽ എങ്ങനെയാണ് ട്രാൻസ് ആവുന്നതിന്?
ആദ്യത്തെ CH3 ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ബിലോ, താഴോട്ടേക്കല്ലേ വരുന്നത്. അപ്പോൾ ബിലോ ഈ CH എന്ന് പറഞ്ഞാൽ ഈ ഇക്വറ്റോറിയൽ ഒരു മോളിലോട്ടേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ അതെന്താണ് എബോവ്. ഇപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ല, ഒന്ന് ബിലോ ആണെങ്കിൽ ഒന്ന് എബോവ്. അതുകൊണ്ടാണിത് എന്ത് പറയുന്നത്, ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. ഏതായിരിക്കും മോർ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണോമീഥയിൽ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. എപ്പോഴും സ്റ്റേബിൾ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ആണ്. സോ ദിസ് ഈസ് മോർ സ്റ്റേബിൾ. ഇതാണ് എപ്പോഴും മോർ സ്റ്റേബിൾ. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഞാൻ ഇവിടെ എഴുതുന്നില്ല, ലെസ് സ്റ്റേബിൾ ആണ്. മോർ സ്റ്റേബിൾ എപ്പോഴും ഇക്വറ്റോറിയൽ ആണെന്ന് ആലോചിക്കുന്നത്, ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഇക്വറ്റോറിയൽ ആയിട്ടുള്ള കൺഫോർമേഷൻ വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും മോർ സ്റ്റേബിൾ. അടുത്തത് 1-3. 1-1 കഴിഞ്ഞ് 1-2 കഴിഞ്ഞ് 1-3. 1-3 വരുന്ന സമയത്ത് അഗെയിൻ 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഏതൊക്കെയായിരിക്കും? സിസ്, ട്രാൻസ്. അതെങ്ങനെ പറയാം? ഞാനത് പറയണോ? സിസ് 1,3 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ, ട്രാൻസ് 1,3 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ. അഗെയിൻ ഇതിൻ്റെ അടുക്കും അഗെയിൻ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അത് ഓർത്താൽ മതി. എന്തൊക്കെയാണത്? ഞാൻ പറഞ്ഞു 1-2 പോലെ ആയിരിക്കില്ല. ഇവിടെ എന്താണ്? 1A 3A 1E 3E 1A 3E 1E 3A. നേരത്തെ പോലെയല്ല. എന്താ വ്യത്യാസം? AA EE AE EA. കണ്ടോ, നേരത്തെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ആദ്യം ആക്സിൽ ഇക്വറ്റോറിയൽ ആക്സിൽ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വർക്ക് സിസ്റ്റം ട്രാൻസും ഈസി ആയിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ കേസ് 1-3ൻ്റെ ഏതാണ് ആദ്യത്തെ കേസ്? സിസ് 1,3 ഡയമീഥൈൽ സൈക്ലോഹെക്സേൻ. സൈക്ലോഹെക്സേൻ്റെ കേസിൽ ഇങ്ങനെ വരക്കാം. രണ്ടും സിസ്സായിട്ട് വരുമ്പോൾ 1, 2, 3 പൊസിഷനിൽ 2 CH3 എബോവ്. ഇതിങ്ങനെ തിക്കൻ ചെയ്തിട്ട് രണ്ടും ടുവേർഡ്സ് അസ്. നമുക്ക് നമ്മുടെ അക്കോർഡിംഗ് ടു ഫോർമുല നമുക്ക് കിട്ടേണ്ട സിസ് എന്തൊക്കെയാണ്? 1A 3A 1E 3E. സോ ഞാനൊരു ചെയർ വരച്ചു. അപ്പോൾ ചെയറിൽ കൊടുത്താൽ മതി. ഏതാണ്? ഒന്നാമത്തേത് ആക്സിയൽ കൊടുക്കുക. ആക്സിയൽ ബ്രാക്കറ്റിൽ എഴുതിക്കൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ആക്സിയൽ കൊടുക്കുക. 1, 2, 3 3 പൊസിഷനിൽ ആക്സിയൽ. അത് ശ്രദ്ധിക്കുക. 3 പൊസിഷനിൽ ആക്സിയൽ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് അറിയണം, അല്ലെങ്കിൽ നമുക്കിത് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് കുറച്ച് ഇലോങ്ങായിട്ട് ഇത് ഇറക്കുകയാണ്. CH3. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ വരും അല്ലേ? എന്തുകൊണ്ട് ഇവിടെ ഇക്വറ്റോറിയൽ എങ്ങോട്ടാണ്, ആക്സിൽ എങ്ങോട്ടേക്കാണ് സംശയം വരും. അതാണ് ഞാൻ പറഞ്ഞത്, ചെയറിൻ്റെ കേസിൽ അത് വരക്കാൻ ആദ്യം പഠിക്കണം, എന്നാലേ നമുക്കിത് ഇതിൻ്റെ കേസിൽ സംശയം ഇല്ലാണ്ട് ഇത് ആക്സിൽ ഇക്വറ്റോറിയൽ പെട്ടെന്ന് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, 1-3യിൽ കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ 1A 3A. അപ്പോൾ അത് ഈസി ആയല്ലോ, 1A 3A. അപ്പോൾ ഇതേപോലെ ഞാൻ എന്ത് വരക്കാണ്? ഇതേപോലെ നിങ്ങൾക്ക് ഇത് റിംഗ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ എഴുതുകയാണ് 1E 3E കിട്ടേണ്ടത്. സോ നിങ്ങളത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടങ്ങ് വരച്ചു കൊടുത്താൽ മതി. ആദ്യത്തേത് ഇക്വറ്റോറിയൽ അല്ലേ? അപ്പോൾ ഇക്വറ്റോറിയൽ 1, 2, 3 ഇതും ഇക്വറ്റോറിയലിൽ വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ വരക്കുക. ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി ഇതിൻ്റെ കേസിൽ പറയാൻ പറ്റും അല്ലേ? ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സ്റ്റേബിൾ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ വരുന്നതാണ്. സോ ഇതിൻ്റെ നേർക്ക് നമ്മൾ എന്ത് എഴുതുക? മോർ സ്റ്റേബിൾ എന്ന് എഴുതി കൊടുക്കുക. മോർ സ്റ്റേബിൾ. ഇക്വറ്റോറിയൽ 1E 3E ഈസ് മോർ സ്റ്റേബിൾ. ഇപ്പോൾ ട്രാൻസസ് 1,3ൻ്റെ കേസിൽ 1,3 ഡയമീഥൈൽ സൈക്ലോഹെക്സേൻ്റെ കേസിൽ ട്രാൻസ് വരക്കുന്ന സമയത്ത് ഇതേപോലെ സൈക്ലോഹെക്സേൻ വരച്ചിട്ട് 2 CH3 കാണിച്ചു കൊടുക്കുക. ഒന്ന് എബോ ഒന്ന് ബിലോ. ഇവിടെയാണെങ്കിലും ഒന്ന് ടുവേർഡ്സ് എസ് ഒന്ന് അവേ ഫ്രം എസ് പ്രൊജക്ഷനിൽ കാണിച്ചാൽ അത് ട്രാൻസ് ആണെന്ന് ക്ലിയർ ആവും. ചെയർ വരക്കുക, നമ്പർ ചെയ്യുക. അക്കോർഡിംഗ് ടു ആ ഫോർമുല നമുക്ക് കിട്ടേണ്ട എന്താണ്? ട്രാൻസിൻ്റെ കേസിൽ 1A 3 ആൻഡ് 1E 3A. അതായത് 1A 3 ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1E 3A കിട്ടും. അതാണ്. അപ്പോൾ 1A 3 നമ്മൾ എന്ത് ചെയ്യുക? വരച്ചു കൊടുക്കുക. ഒന്നാമത്തെ പൊസിഷനിൽ ആക്സിയൽ ഇങ്ങോട്ടേക്കാണ്. മൂന്നാമത്തെ പൊസിഷനിൽ ഇക്വറ്റോറിയൽ 1, 2, 3. മൂന്നാമത്തെ പൊസിഷനിൽ ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക്. ഇപ്പം എന്ത് കിട്ടി? 1A 3E കിട്ടി. അടുത്തത് എന്താണ്? 1E. ഒന്നാമത്തേതിൽ ഇക്വറ്റോറിയൽ താഴോട്ടേക്ക്. 1, 2, 3. മൂന്നാമത്തേതിൽ ആക്സിയൽ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടേക്ക്. സോ അതും കഴിഞ്ഞ് 1A 3A. ഇതിൽ സ്റ്റെബിലിറ്റി പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ ആക്സിലും ഇക്വറ്റോറിയലും ഒന്നിൽ തന്നെ ഒരുമിച്ച് വരുന്നുണ്ട്.
സോ നമ്മൾ ഇങ്ങനത്തെ കേസുകളിൽ ഈക്വലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ മതി. ദേ ആർ ഈക്വലി സ്റ്റേബിൾ. അപ്പോൾ ഇത്രയാണ് 1,3-dimethyl cyclohexaneൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കൺഫർമേഴ്സ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താണ് ഡൈമീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ 1,4-dimethyl cyclohexane. 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, സിസ് ആൻഡ് ട്രാൻസ്. അപ്പോൾ അത് ഞാൻ എടുത്തെഴുതുന്നേ ഉള്ളൂ. 1A4E 1E4A ഓപ്പോസിറ്റ്. ഇവിടെ ട്രാൻസ് ആണെങ്കിൽ 1A4A 1E4A. ഇപ്പോൾ ഇത് എന്തിനോട് സിമിലർ ആണ്? ഈ AA ഇവിടെ AE EA AA EA EE അല്ലേ? അതാ AE EA AA EE. എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? 1-2ൻ്റെ കേസിൽ ഇതേ കോൺഫിഗറേഷൻ, ഇതേ ഒരു ഓർഡറാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ 1-4ൻ്റെ കേസിലുള്ള സിസ് ആണ് പറയുന്നത്. ഇതേപോലെ സൈക്ലോഹെക്സേൻ്റെ അകത്ത് 1-4 പൊസിഷനിൽ സിസ് ആണെങ്കിൽ രണ്ടും എബോവ് പ്ലെയിൻ കണ്ടോ, രണ്ടും തിക്കൻ ലൈനോട് റെപ്രസെൻറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ പോസിബിൾ ഐസോമേഴ്സ് എന്തൊക്കെയാണ്? 1A4E 1E4A ആണ്. അപ്പോൾ ഇതവിടെ എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ വരക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് എഴുതി വെച്ചിട്ട് വരക്കാൻ സ്റ്റാർട്ട് ചെയ്യുക, ചെയർ വരക്കുക, നമ്പർ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒന്നാമത്തേതിൽ ആക്സിയൽ, നാലാമത്തേതിൽ ഇക്വറ്റോറിയൽ 1 2 3 4, നാലാമത്തേതിൽ ഇക്വറ്റോറിയൽ. ഇത് കുഴപ്പമില്ല, ഇക്വറ്റോറിയൽ പെട്ടെന്ന് കിട്ടുമല്ലോ ഈ പൊസിഷൻ. സോ ഇതാണ് 1A4E. ഇതേപോലെ അടുത്തതും ചെയ്തോ 1E. ഒന്നാമത്തേതിൽ ഇക്വറ്റോറിയൽ താഴോട്ട് 1 2 3 4ൽ ആക്സിയൽ താഴോട്ട്. അതായത് 1E4A. ഇതെങ്ങനെയാണ് സിസ് ആവുന്നത് ഞാൻ പറയണ്ടല്ലോ. രണ്ടും എബോവ് പ്ലെയിൻ ആണ്, ഇതും എബോവ് പ്ലെയിൻ ആണ്. ഇവിടെയുള്ള ഇക്വറ്റോറിയലും എബോവ്, അതായത് മുകളിലോട്ടേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഇക്വറ്റോറിയൽ താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇവിടെയുള്ള ആക്സിലും താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്വേർഡ് പ്രൊജക്ഷൻ, ഡൗൺവേർഡ് പ്രൊജക്ഷൻ, അതുകൊണ്ടാണ് സിസ് കിട്ടുന്നത്. ആൻഡ് സ്റ്റെബിലിറ്റി ഈക്വലി അല്ല, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈക്വലി സ്റ്റേബിൾ ആണ്, അതവിടെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അടുത്തത് 1-4 പ്രൊജക്ഷൻ 1,4-dimethyl cyclohexane ട്രാൻസ് വരയ്ക്കുമ്പോൾ ഇതേപോലെ 1 2 3 4 1-4 പൊസിഷനിൽ ഒന്ന് എബോവ് ഒന്ന് ബിലോ ആയിട്ട് CHT കൊടുക്കും. രണ്ട് റെപ്രസെൻറ്റേഷൻ. നമ്മുടെ പോസിബിൾ ഐസോമേഴ്സ് 1A4A 1E4A. അപ്പോൾ ആദ്യം ചെയർ വരക്കുന്നു, നമ്പർ ചെയ്യുന്നു, സെയിം പ്രൊസീജിയർ കേട്ടോ, ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഒന്നാമത്തത് ആക്സിയൽ, നാലാമത്തതും ആക്സിയൽ. രണ്ടും പ്രൊജക്റ്റ് ചെയ്യുന്ന എങ്ങോട്ടാ? ഒന്ന് എബോവ് ഒന്ന് ബിലോ ആണ്. അതുകൊണ്ട് തന്നെ അത് ഓപ്പോസിറ്റ് പ്രൊജക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ട്രാൻസ് കിട്ടുന്നത്. ഇതേപോലെ ഇപ്പുറത്ത് ഇത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് ഒന്നാമത്തത് എന്താണ് ഫ്ലിപ്പ് ചെയ്ത് കിട്ടുന്നത്? ഇക്വറ്റോറിയൽ. നാലാമത്തത് ഇക്വറ്റോറിയൽ. ഈ ഇക്വറ്റോറിയൽ മുകളിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യും, ഈ ഇക്വറ്റോറിയൽ താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യും, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇതാണ് 1E4E. ഇതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് പറയാമല്ലോ. ഏതാ മോർ സ്റ്റേബിൾ? നമുക്കറിയാം മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത് എപ്പോഴും ഇക്വറ്റോറിയലാണ്. ഇക്വറ്റോറിയലാണ് എപ്പോഴും മോർ സ്റ്റേബിൾ. അപ്പോൾ ഇതാണ് അബൌട്ട് 1,4-dimethyl cyclohexane ട്രാൻസ്. ഇത് നമ്മുടെ സമ്മറിയാണ്. ഇത്രയും നേരം പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഒറ്റ ഒരു ടേബിൾ ചാർട്ടിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതിൽ ഇത്രയും ചെയ്യേണ്ടത് സിസ് ട്രാൻസ് എന്ന് പറഞ്ഞാൽ 2 കോളം വരയ്ക്കുക. നമുക്ക് എന്തൊക്കെയാണ് 1 2 1 3 1 4 1 1 പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 1 2 1 3 1 4 ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 2 1 4ഉം ഒരുപോലെ, കാരണം അതൊരു രണ്ടും ഈവൻ നമ്പേഴ്സ് ആണെന്ന് ഓർത്ത് 1 2 1 4 2 4 എന്നുള്ളത് രണ്ടും ഒരേ റോ ആണ് വരുന്നത്, അല്ലെങ്കിൽ ഒരേ കോളമാണ് വരുന്നത്. 1 3 മാത്രമേ റോഡ് 1 ആയിട്ട് നിൽക്കുന്നത്. സോ ഇവിടെ എന്താണ്? ആക്സിയൽ ഇക്വറ്റോറിയൽ ആക്സിയൽ. അത് തന്നെയാണ് 1-4ൽ ആക്സിയൽ ഇക്വറ്റോറിയൽ ആക്സിയൽ. അപ്പോൾ ഞാനിവിടെ പൊസിഷൻസ് ചെയ്യുന്നില്ല. പൊസിഷൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. 1A 2E 1E 2A. ഇവിടെയാണെങ്കിൽ 1A 4E 1E4A. അതിവിടെ എഴുതേണ്ട കാര്യമില്ല, നിങ്ങളത് വരയ്ക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. ട്രാൻസ് ആണെങ്കിൽ AAEE AAEE. അപ്പം ഇതെന്താണ് 1 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ എന്ത് വരുന്നു? AAEE വരുന്നു, ഇവിടെ AEEA വരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ സിസ്റ്റം ട്രാൻസും വരുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ഇത്രയാണ് ഓൾ അബൌട്ട് ഡൈമീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സൈക്ലോഹെക്സേൻ.